ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് കൃപയെക്കുറിച്ചാണ്. ഈ കൃപയിലേക്ക് നമുക്ക് എങ്ങനെ വളരാനും വരുവാനും സാധിക്കും? കർത്താവിൻ്റെ ദാനമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സമ്മാനമായി ദൈവം നമുക്ക് നൽകിയതാണ് ഈ കൃപ. യേശുക്രിസ്തുവിലൂടെ നമ്മളെ ദൈവം സ്വന്തമാക്കി. ദൈവം നമ്മളെ ദത്തുപുത്ര സ്ഥാനത്തേക്ക് സ്വീകരിച്ചതാണ്. ഈ ദത്തുപുത്രൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആ കുട്ടി മാറുകയാണ്. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്തോടു കൂടി സഞ്ചരിച്ചവരാണ്. ദൈവത്തോടു കൂടി തോട്ടത്തിൽ ഉലാത്തിയവരാണ്. ഏദൻ തോട്ടത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഒപ്പമായിരുന്നു മനുഷ്യൻ. അവിടെ സ്വാതന്ത്ര്യമായിരുന്നു, സ്നേഹമായിരുന്നു, പരസ്പര സംഭാഷണങ്ങളുണ്ടായിരുന്നു. അവിടെ ദൈവീക ചൈതന്യം കൊണ്ട് ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ അവർ കഴിയുകയായിരുന്നു. ദൈവം എല്ലാം അധികാരവും അവകാശങ്ങളും എല്ലാം ദൈവം അവർക്ക് നൽകി. ദൈവം ഒരു കാര്യം മാത്രം അവരോട് പറഞ്ഞു, അരുത് എന്ന്. ആ അരുത് എന്ന് പറഞ്ഞത് സാത്താൻ മുതലെടുത്ത് അവരിലൂടെ അഹങ്കാരത്തിൽ ദൈവത്തെക്കാളും വലിയ ആളാകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അവിടെ അനുസരണക്കേട് സംഭവിക്കുകയാണ്. തിരിച്ച് ദൈവം അവരെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ അവർ പറയാണ്, അങ്ങേ ഭയമാണ്. അങ്ങയുടെ ശബ്ദം കേട്ടതുകൊണ്ട് ഞാൻ ഭയം ഒളിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുക. കാരണം തിന്മയ്ക്ക് അടിമപ്പെട്ടു. ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു. അഹങ്കാരം, അവിശ്വസ്തത, അനുസരണക്കേട് ഇതെല്ലാം സംഭവിക്കുകയാണ്. യേശുക്രിസ്തു എന്ന കൃപാവരത്തിലൂടെ ദൈവം നമ്മളെ വീണ്ടും തിരിച്ചെടുക്കുകയാണ്. ദത്തപുത്ര സ്ഥാനം ദൈവം നമുക്ക് തന്നു. അവിടെ നിന്ന് ദൈവം നമ്മളെ വിലയ്ക്ക്, ഈശോയുടെ ശരീര രക്തങ്ങളാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടു. അതാണ് കൃപ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യേശുവിനാണ് കൃപ യാഥാർത്ഥ്യമായി തീർന്നത്. യേശുവിലൂടെയാണ് എല്ലാവർക്കും ജീവനും സമൃദ്ധിയും നൽകിയത്. അതാണ് വിശുദ്ധ പൗലോസിലേക്ക് കർത്താവിൻ്റെ കൃപയെക്കുറിച്ച് അനേകം വെളിപ്പെടുത്തലുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിനെല്ലാം കർത്താവിൻ്റെ കൃപയെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അനേക സ്ഥലത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ആ 12 മുതലുള്ള തിരുവചനത്തിൽ വായിക്കുകയാണെങ്കിൽ ആദത്തിൻ്റെ പാപവും ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച കൃപാവരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മൂലം പാപവും ഒരു മനുഷ്യൻ മൂലം ജീവദായകമായ കൃപാവരവും ലഭിക്കുകയാണ്. ഈ കൃപയുടെ രഹസ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ടുണ്ടായിരിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കൃപ നമുക്ക് ലഭിക്കണം. അതാണ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പത്രോസ്ലീഹയുടെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ അതിൽ തുടക്കത്തിലും അവസാനത്തിലും എല്ലാം പറയുന്നുണ്ട്, ഈ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടി ഉണ്ടായിരിക്കട്ടെ. കൃപ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിനോട് കൂടെയാണ്. നമുക്ക് ലഭിച്ച പ്രസാദവരത്തെ പ്രാർത്ഥനയിലൂടെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് അത് കൃപയായി മാറുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, അപ്പച്ചന്മാർ, പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ വെറ്റ മുറുക്കുമായിരുന്നു. വെറ്റ മുറുക്കുമ്പോഴൊക്കെ നമ്മുടെ ചുണ്ടിൽ കറയുണ്ടാകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ കൂടെ കൃപ ഉണ്ടായിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കും തോറും നമ്മുടെ ആത്മാവിനെ ചുറ്റി ഈ കൃപാവരം വളർന്നുകൊണ്ടേയിരിക്കും. ഈ കൃപയെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള നമ്മുടെ അടുക്കൽ, ഇതെല്ലാമാണ് കൃപ വളർത്തുന്നത്. അതാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട് എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 8 തൊട്ട് 10 വരെയുള്ള തിരുവചനത്തിൽ പറയുകയാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതിലാരും അഹങ്കരിക്കേണ്ടതില്ല. 10-ാം വചനത്തിൽ പറയാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്.
നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിൽ ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ കരവേല എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ നമ്മളെ മെനഞ്ഞുണ്ടാക്കാം. ഒരു സൃഷ്ടാവിന് തനിക്കിഷ്ടമുള്ള പോലെ തൻ്റെ സൃഷ്ടിയെ ഉണ്ടാക്കാം. അങ്ങനെ കർത്താവിൻ്റെ കരവേലയായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഒരു സൽപ്രവൃത്തി നമ്മളുടെ മേൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു ആയുസ്സേ ഉള്ളൂ. ഈ ആയുസ്സിൽ ഒരു എത്ര വർഷമാണ് എന്ന് നമുക്കറിയില്ല. ഏത് സമയത്ത് വേണേലും ദൈവം നമ്മളെ തിരിച്ചു വിളിക്കാം. അപ്പോൾ ദൈവം നമ്മളിലൊരു സൽപ്രവൃത്തി വെച്ചിട്ടുണ്ട്. ഈ സൽപ്രവൃത്തി യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ചെയ്ത് തീർക്കാനുള്ളതാണ്. ഇത് നമുക്ക് നന്മയും തിരഞ്ഞെടുക്കാം, തിന്മയും തിരഞ്ഞെടുക്കാം. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. യേശുക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ നന്മ തിരഞ്ഞെടുത്ത് നമുക്ക് നൽകപ്പെട്ട ഈ സൽപ്രവൃത്തിയിൽ നമ്മൾ പൂർത്തിയാക്കണം. അതിനാണ് ക്രിസ്തുവിലൂടെ കൃപയാൽ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഇതിൻ്റെ അകത്ത് അഹങ്കരിക്കാൻ അവകാശമില്ല. ദൈവത്തിൻ്റെ ദാനമാണ് ഇത്. കാരണം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 12:7 മുതലുള്ള തിരുവചനത്തിൽ പൗലോസ്ലീഹ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ ആ പീഡനങ്ങൾ, തന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ സാത്താൻ വിട്ടു പോകുവാൻ വേണ്ടി പൗലോസ്ലീഹ ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ്. ഈ വെളിപാടിൻ്റെ ആധിക്യത്താൽ ഞാനധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് പോവാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറയുകയാണ്, നിനക്കെൻ്റെ കൃപ മാത്രം മതി. ഈ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും നിന്ദനങ്ങളിലും എല്ലാം ക്രിസ്തുവിനെ പ്രതി പൗലോസ്ലീഹ സന്തുഷ്ടനാകുകയാണ്. കാരണം അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടി, ആ ശരിയായ വീക്ഷണവും ദിശാബോധവും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം കൊടുത്തൊരു മുള്ളാണ്. കാരണം ഈ പീഡകളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കുകയാണ്. എന്ത് വന്നാലും നന്മയ്ക്കായിട്ട് ഭവിക്കുന്നത് നമ്മൾ ഈ കൃപയിൽ വരുമ്പോഴാണ്. എന്ത് വന്നാലും നന്മയ്ക്കായിട്ട് മാറ്റും. ഈ പൗലോസ്ലീഹയുടെ പീഡാസഹനങ്ങളും വേദനകളും എല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ പറയാണ്, ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും എല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. കാരണം ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനായിരിക്കുന്നത്. ഈ ബലഹീനതയിലാണ്, നമ്മുടെ സഭയുടെ ബലഹീനതമായ അവസ്ഥയിൽ ദൈവം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഓർക്കും, എല്ലാം തകർന്നു പോയി, ഇല്ല ഒരിക്കലും ഇല്ല. കർത്താവ് ഈ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പരിപൂർണമായിട്ട് പ്രകടമാകുകയാണ് ചെയ്യുക. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്, വലിയൊരു വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ 1 തൊട്ട് 7 വരെയുള്ള തിരുവചനത്തിൽ പറയാണ്, കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലത്തുമുണ്ട്. അത് കൃപയാലല്ലെങ്കിൽ കൃപ ആയിരിക്കേയില്ല. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗത്തെ ദൈവം മാറ്റി നിർത്തുകയാണ്. ഏലിയ പ്രവാചകനെക്കുറിച്ച് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. ജസബേൽ എന്ന രാജ്ഞി ഏലിയ പ്രവാചകനെ വധിക്കാൻ വേണ്ടി പിന്നാലെ വരുമ്പോൾ ഏലിയ അസ്വസ്ഥനാകുകയാണ്. ഏലിയ ഭയപ്പെടുകയാണ്. ഏലിയ ദൈവത്തോട് കരഞ്ഞ് പറയുകയാണ്, എൻ്റെ ജീവനെ എടുത്തുകൊള്ളണമേ എന്ന്. അപ്പോൾ ദൈവം പറയുകയാണ്, കാരണം ഏലിയ വിചാരിച്ചു ഏലിയായുടെ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നഷ്ടപ്പെട്ടു, ഇസ്രായേലിലെ എല്ലാവരെയും വധിച്ചു, ഇനി ഏലിയ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ദൈവം പറയുന്നത്, ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലത്തുമുണ്ട്. നമുക്കറിയില്ല, ലോകത്തിൽ പല ഭാഗത്തായിട്ട് അനേകം വിശുദ്ധരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്തവർ,
ദൈവവചനത്തിൽ മായം ചേർക്കാത്തവർ, അവരെ പണത്തിനോ പ്രതാപത്തിനോ ലോകത്തിനോ ആർക്കും വിലക്കെടുക്കാൻ സാധിക്കുകയില്ല. യേശുവിനോട് കൂടി ചേർന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ലോകം അവരെ തിരിച്ചറിയുകയില്ല. അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങേക്ക് വേണ്ടി അങ്ങൊരു ജനത്തെ മാറ്റി നിർത്തുന്നതിൽ എപ്പോഴും വ്യാപൃതനാണ്. കർത്താവിന് വേണ്ടി ദൈവം ഒരു ജനത്തെ മാറ്റി നിർത്തും. അതാണ് കൃപയാലുള്ള നമ്മുടെ വിളി. ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഈ കൃപ ശക്തിപ്പെട്ട് വരുന്നത്. ഭയങ്കര തീക്ഷ്ണമായ പ്രാർത്ഥന. എലിയ പ്രവാചകൻ ഗുഹയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, എലിയ, നീ അവിടെ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ എലിയ പറയാണ്, കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ കത്തി ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ 10-14 തിരുവചനത്തിനാണ്, അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ കത്തി ജ്വലിക്കുകയാണ്. കാരണം തിന്മ വന്നു ശക്തിപ്പെടുമ്പോൾ എലിയ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടെയെല്ലാം ആ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൃപയിലേക്ക് വളരുവാനായിട്ട് മാനസാന്തരത്തിലൂടെ യേശു നമുക്ക് തന്നെ ആ ദാനമായിട്ട് കിട്ടിയ കൃപ നമ്മൾ വളർത്തിയെടുക്കണം പ്രാർത്ഥനയിലൂടെ. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 15:10 പൗലോസ്ലീഹ പറയാണ്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. മറിച്ച് മറ്റെല്ലാവരെയും ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ആ കൃപയെ മഹത്വപ്പെടുത്തുകയാണ്. ഈ അധ്വാനത്തിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ആ കർത്താവിൻ്റെ കൃപയെ ഉയർത്തിപ്പിടിക്കുകയാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അകാലജാതൻ എന്നതുപോലെ ഈ അപ്പസ്തോല ഏറ്റവും പാപിയായ എനിക്കാണ് ദൈവം അവസാനം പ്രത്യക്ഷപ്പെട്ടതെന്ന് പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നത്. കാരണം ദൈവത്തിൻ്റെ സഭയെ അദ്ദേഹം പീഡിപ്പിച്ചതാണ്. അതിനുശേഷമാണ് ആ കൃപയുടെ ശക്തിയായിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് നയിക്കാൻ ദൈവം പൗലോസ്ലീഹയ്ക്ക് കൃപ കൊടുത്തു. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ജീവിതം നയിക്കുകയാണ് പൗലോസ്ലീഹ യേശു ക്രിസ്തുവിനോട് കൂടെ. അതാണ് കൃപാവരം. ഈ കൃപയെക്കുറിച്ച് ഓരോ ദിവസവും നമ്മൾ വളർന്നു വരണം. ഈ കൃപയിൽ വന്നു കഴിഞ്ഞാൽ പാപം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കാരണം യേശുവിൻ്റെ വചനം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കും. റോമ 5:20-21 പറയുന്നുണ്ട്, പാപത്തിൻ്റെ മുകളിലാണ് കൃപ. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. ഇതാണ് ഈശോയ്ക്ക് പാപികളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഒന്ന് തിരിച്ചെത്തിയാൽ അനുതാപത്തിലൂടെ അവർ തിരിച്ചു വരുമ്പോൾ ദൈവത്തിന് ഏറ്റവും സ്നേഹം പാപികളോടാണ്. അതിൻ്റെ ഇരട്ടി കൃപ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. എല്ലാ തിന്മകളെയും കണ്ടെത്തി നശിപ്പിക്കാനുള്ള വലിയ കൃപാവരം ദൈവം അവർക്ക് കൊടുക്കും ഈശോയിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ. അതാണ് ഈശോയെ കണ്ടെത്തിയാൽ. വിശുദ്ധ അഗസ്തീനോസിനെ നമുക്കറിയാം, അനേകം പാപത്തിനടിമയായിരുന്നു. സുഖലോലുപതയ്ക്കും മദ്യാസക്തിക്കും അദ്ദേഹം അടിമപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തെ ദൈവം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം കൊണ്ട് അദ്ദേഹം നിറഞ്ഞു. അനേകം കാര്യങ്ങൾ അദ്ദേഹം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? മറിയം ആ യേശുവിൻ്റെ കൃപയായി മാറി. എളിമയിൽ കൂടിയാണ് കർത്താവിൻ്റെ കൃപാവരം വരിക. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. മറിയം അതാണ് ചെയ്തത്. മറിയം ഈശോയെ കിട്ടിയപ്പോഴേ ശുശ്രൂഷിക്കാനായിട്ട് എലിസബത്തിൻ്റെ അടുത്തോട്ട് യാത്രയാണ്. മറിയം പോയി ശുശ്രൂഷിക്കുകയാണ്. മറിയം പരിപൂർണമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ താഴുകയാണ്. എന്നിട്ട് മറിയം പാടുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിനാനന്ദി. മറിയത്തിൽ മുഴുവൻ കൃപ നിറഞ്ഞു. യാക്കോബും 4:6 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു,
ദൈവം അഹങ്കാരികളെയും എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. കാരണം പരിശുദ്ധ കന്യാമറിയം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. മരിയം വാഴ്ത്തുരത്തായി പറയുന്നുണ്ട്, യഹൂദജനം മുഴുവൻ രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന സമയമായിരുന്നു. പരിശുദ്ധ മറിയം പ്രാർത്ഥിക്കുകയാണ്, രക്ഷകൻ എവിടെ ജനിക്കുന്നു ആ രക്ഷകൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞാണ് പരിശുദ്ധ കന്യാമറിയം പ്രാർത്ഥിച്ചത്. ആ മറിയത്തെ എടുത്താണ് ദൈവം ദൈവത്തിൻ്റെ അമ്മയാക്കി മാറ്റിയത്. അതാണ് മറിയം അത്രമാത്രം ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് ദൈവീക ദാസിയായി തീർന്നു. ദൈവിക പദ്ധതികൾക്ക് മുഴുവൻ ഇതാ കർത്താവിൻ്റെ ദാസി, ആ കൃപാവരം ഭൂമിയിൽ അയക്കപ്പെടാൻ വേണ്ടി പൂർണ്ണമായിട്ട് നിന്നുകൊടുത്തവളാണ് മറിയം. ആ കർത്താവിൻ്റെ കൃപാവരത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ധ്യാനിക്കാൻ, എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മൾ പാത്രമാകും. ആ മറിയത്തോടൊപ്പം ആ യേശുവിൻ്റെ കൃപയ്ക്ക് പാത്രമാകുവാൻ, കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച ഈശോയെ സ്വന്തമാക്കി നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ വളർന്നു വരുവാനുള്ള അനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.